ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ 2 വർഷക്കാലത്തോളമായി വാതുവെപ്പ് കേസിൽ ആരോപണ വിധേയനായ താരമാണ് ലുക്കാസ് പക്കേറ്റ. അന്വേഷണം നേരിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം നടത്തുന്ന ഒരു പ്രകടനം അത് എടുത്തു പറയേണ്ടതാണ്. ഈ സീസണിൽ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് ലുക്കാസ് പക്കേറ്റ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാർലോ ആഞ്ചലോട്ടി ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് അദ്ദേഹത്തെ മടക്കി വിളിച്ചപ്പോൾ പലർക്കും അസ്വാരസ്യമുണ്ടായിരുന്നു. അതായത് പക്കേറ്റയേക്കാൾ മികച്ച താരങ്ങളെ മധ്യനിരയിലേക്ക് കൊണ്ടുവരണമായിരുന്നു. പക്കേറ്റ ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിൽ സ്ഥാനം അർഹിക്കുന്നില്ല എന്ന രൂപത്തിലുള്ള പല വിമർശനങ്ങളും വന്നിരുന്നു. എന്നാൽ ആ വിമർശനങ്ങൾക്കൊക്കെ പക്കേറ്റ പ്രകടനം കൊണ്ട് ഇപ്പോൾ മറുപടി പറയുകയാണ്. അതായത് ഈ സീസണിലെ അദ്ദേഹത്തിന്റെ മത്സരങ്ങളുടെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അവസാനത്തെ 4 ഒഫീഷ്യൽ മത്സരങ്ങൾ നോക്കുക. ക്ലബിന് വേണ്ടിയും ദേശീയ ടീമിന് വേണ്ടിയും. അതിൽ 3 മത്സരങ്ങളിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് 4 ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതായത് ബ്രസീലിന് വേണ്ടിയും വെസ്റ്റ് ഹാമിന് വേണ്ടിയും മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നു. ഓരോ 72 മിനിറ്റിനിടയിലും ലുക്കാസ് പക്കേറ്റ ഓരോ ഗോളുകൾ നേടിയിട്ടുണ്ട്. 2 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. 10 ഷോട്ടുകൾ, അതിൽ 6 ഷോട്ടുകൾ ടാർഗറ്റിലേക്കായിരുന്നു. 83% പാസ് അക്യുറസി, 23 ഡുവലുകൾ വോൺ ചെയ്തു, 9 ടാക്കിളുകൾ. സോഫാ സ്കോറിന്റെ റേറ്റിംഗ് വരുന്നത് 7.60 അതായത് ലുക്കാസ് പക്കേറ്റ തന്റെ തിരിച്ചുവരവിന്റെ പാതയിലാണ്. ആ ഒരു കുറ്റവിമുക്തനായതിനു ശേഷം അദ്ദേഹം നടത്തുന്ന പ്രകടനം പ്രശംസിച്ചേ മതിയാകൂ. അദ്ദേഹം ബ്രസീലിന് ഒരു മുതൽക്കൂട്ടാണ്. കാർലോ ആഞ്ചലോട്ടി തന്നിൽ അർപ്പിച്ച ആ ഒരു വിശ്വാസം അത് ഇപ്പോൾ ലുക്കാസ് പക്കേറ്റ കാത്തു സൂക്ഷിക്കുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.